ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൺസീലറിൻ്റെ ഫലപ്രദമായ ഉപയോഗത്തിനായിട്ട് നമുക്ക് ചില വഴികൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് പറയാനുള്ളത്. അതായത് നമുക്ക് കൺസീലർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഷെയ്ഡുകൾ ഉണ്ടാക്കാം കൺസീലറിലെന്നുള്ള ഒരു കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കൺസീലറിൽ ഒരല്പം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ യെല്ലോ ഐ ഷാഡോ ചേർത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ണിന് ചുറ്റും കാണുന്ന കറുത്ത പാടുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫലപ്രദമായിരിക്കും. അതുപോലെ കൺസീലറിനോടൊപ്പം നീലയോ അല്ലെങ്കിൽ പച്ച കളറോ ചേർത്ത് നമ്മൾ ഐ ഷാഡോ ചേർത്ത് നീലയോ പച്ചയോ ഐ ഷാഡോ ചേർത്ത് ഉപയോഗിച്ചാൽ മുഖത്ത് തെളിഞ്ഞ് കാണുന്ന രക്തക്കുഴലുകൾ മറച്ചു വയ്ക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ഉൾവശം, അതുപോലെ 2 കോണുകൾ, വായയുടെ കോണുകൾ, അതുപോലെ പുറം കോണുകൾ എന്നിവ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പുറം കോണുകൾ എന്നിവ നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കൺസീലർ വളരെ ശ്രദ്ധയോടുകൂടി വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നേരിയ തോതിൽ കൺസീലറിൻ്റെ ഉപയോഗം മാത്രമേ ഇവിടെ പാടുള്ളൂ. അതായത് നമ്മളൊരു ക്രീം, ഒരു ഫൗണ്ടേഷൻ്റെ അതായത് നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ക്രീം മിക്കപ്പോഴും ഫൗണ്ടേഷൻ അത്യാവശ്യമായ ഒരു നല്ല കൺസീലറാണ്. ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന നല്ലൊരു പറ്റിയൊരു കൺസീലറാണ് ഇത്. ഈ ഒരു അടപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ക്രീം മിക്കപ്പോഴും നമുക്ക് ഫൗണ്ടേഷൻ ആവശ്യമായ ഒരു നല്ല കൺസീലറാണ്. അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള കൺസീലർ, അത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് കൺസീലർ ഇട്ടതിന് ശേഷം നമുക്ക് വിരൽത്തുമ്പ് കൊണ്ട് അമർത്തിയത് ചർമ്മത്തിൽ പിടിപ്പിച്ചു കൊടുക്കുക. അമർത്തി നമുക്ക് ചർമ്മത്തിലങ്ങ് പിടിപ്പിച്ചു കൊടുക്കുക. അതുപോലെ ചുവന്ന പാടുകൾ, കുരുക്കൾ ഇതെല്ലാം മറയ്ക്കുന്നതിനായിട്ട് നമുക്ക് യെല്ലോ ബേസ് ചെയ്തിട്ടുള്ള കൺസീലർ ഉപയോഗിക്കാം. മുറിപ്പാടുകളിൽ ഡ്രയർ കൺസീലർ ഉപയോഗിക്കുന്നതിന് മുൻപ് പ്രൈമർ ഉപയോഗിക്കുക. അതായത് മുറിപ്പാടുകളുള്ള ഭാഗത്ത് നമ്മളിപ്പം കൺസീലർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മുന്നേ എന്ത് ചെയ്യണം, പ്രൈമർ പുരട്ടി കൊടുക്കുക, അതിനുശേഷം ഉപയോഗിക്കാവൂ. അതുപോലെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന പാടുകൾക്ക് ത്വക്കിനേക്കാൾ ഒരല്പം കടുത്ത ഷെയ്ഡ് ഉപയോഗിക്കുക. എന്നാൽ ഉള്ളിലേക്കുള്ള മുറിപ്പാടുകൾക്ക് ത്വക്കിന് നിറത്തേക്കാൾ ഒരല്പം നിറം കുറഞ്ഞ ഷെയ്ഡ് ഉപയോഗിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് കൺസീലറിൻ്റെ ഉപയോഗവും കൺസീലറിനെ വേറൊരു വ്യത്യസ്ത തരത്തിലാക്കി നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇനി ചെയ്യുമ്പോഴത്തേക്ക് ഇത് നോക്കിയ ശേഷം അതുപോലെ ചെയ്യുക. ഈ കൺസീലറിൻ്റെ ഫലപ്രദമായ ഉപയോഗം നമുക്ക് വളരെയധികം നല്ലൊരു, ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കായാലും നമുക്കൊരു കല്യാണം ആയാലും എവിടെ പോയാലും നമുക്ക് മുഖത്തും ഒക്കെ പാടുണ്ടെങ്കിൽ ഈ കൺസീലറിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കത് മറയ്ക്കാൻ കഴിയും. അപ്പം നിങ്ങളിത് ഈ ടിപ്സ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒരുങ്ങി പോകുമ്പോഴൊരു കല്യാണം വന്നാലുമൊക്കെ കൺസീലർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് അടുത്ത ടിപ്സുമായിട്ട് നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ. അപ്പം നിങ്ങളെൻ്റെ ചാനൽ കണ്ട ശേഷം ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാൻ അത് പറയാനായിട്ട് എപ്പോഴും വിട്ടുപോകും. അപ്പം ഞാനിപ്പോൾ ഓർമ്മിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ടാറ്റ പറഞ്ഞ ശേഷം അത് ഓർത്തത്. അപ്പോഴാണ് ഞാനിത് പറയാൻ വന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് എന്ത് ചെയ്യണം, ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ മുമ്പ് ഒരു മേക്കപ്പിൻ്റെ കൺസീലർ ഉപയോഗിക്കുന്ന രീതികളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഷെയ്ഡ് ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ടാറ്റ.